ഹായ് എല്ലാ കൂട്ടുകാർക്കും സാനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കോഡ കൈലാക്കിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് ആയിരുന്നു. ഇത് ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് ആണ്. ഇത് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ടുണ്ട്. കാരണം ടോപ്പ് എൻഡിൽ ഉണ്ടായിരുന്ന കുറെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വേരിയന്റിൽ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിരുന്ന കുറച്ചധികം ഫീച്ചേഴ്സ് ഇപ്പോൾ ഈ ഒരു വേരിയന്റിലേക്ക് സ്കോഡ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം പുതിയ ഫീച്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന 2026 മോഡൽ സ്കോഡ കൈലാക് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് ആണ്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പഴയ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് ഈ പുതിയ 2026 വേരിയന്റിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷണലി കുറച്ചധികം പുതിയ ഫീച്ചേഴ്സും കൂടി ഈ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൈലാക്കിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് ഈ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിനെ വിളിക്കാം. അതല്ലെങ്കിൽ 14 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമായിട്ട് കൈലാക്കിന്റെ ഈ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് മാറിയിട്ടുണ്ട്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഇപ്പോൾ ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് ഒരു എക്സാക്ട് സിമിലർ ആണ്. ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ഡിഫറൻസ്. ഈ ഒരു കളർ അത്യാവശ്യം നല്ല ഒരു കളർ തന്നെയാണ്. സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ആ ഒരു ബട്ടർഫ്ലൈ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ സ്കോഡയുടെ ലോഗോ കാണാം. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് DRL പ്ലസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുക. ഇൻഡിക്കേറ്റർ നമുക്ക് കാണാം ഈ ഒരു രണ്ട് പോർഷനിലാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ LED ഹെഡ്ലൈറ്റ് ആണ്. ഡ്യുവൽ യൂണിറ്റ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിന്റെ ടോപ്പിലായിട്ട് നമുക്കൊരു സിൽവർ ടച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ വേറെ പാർക്കിംഗ് സെൻസേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 189 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. താഴത്തെ പോർഷൻ നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് ഈ ഒരു വേരിയന്റ് വരെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. ടോപ്പ് എൻഡിലാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിഗ്നേച്ചർ ആൻഡ് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിന്റെ ലുക്ക് എക്സാക്ട് സിമിലർ ആണ്. കാരണം ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് എങ്കിൽ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 205 60R60 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് വരുന്നത്. വശങ്ങളിലെല്ലാം ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് ഈ ഡോറിന്റെ പോർഷനിലേക്ക് വരുമ്പോൾ ക്ലാഡിങ്ങിന് അത്യാവശ്യം വലിപ്പം കൂടുന്നുണ്ട്. നമുക്ക് മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ വരെ ഫുള്ളി ഫംഗ്ഷൻ ആയിട്ട് 2 ഫ്ലിപ്പ് കീസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസുകളാണ്. റൂഫ് റെയിൽസ് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഡു നോട്ട് അപ്ലൈ ലോഡ്സ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. സൺ റൂഫ് ഈ വേരിയന്റിൽ അഡീഷണലി ഇപ്പോൾ ആഡ് ഓൺ ആയിട്ട് വന്നതാണ്. പഴയ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ഡിഫറൻസ് സൺ റൂഫ് വന്നു എന്നുള്ളതാണ്. ബാക്കിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഷാർപ്പിൻ ആന്റിന കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൽ ഇപ്പോൾ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ് അഡീഷണലി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ചേഞ്ചസ് അതാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. ബാക്കിലേക്ക് ഡോർ ഹാൻഡിൽസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോർട്ടൽ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു മാറ്റം കാണാനായിട്ട് പറ്റും. ബാക്കിൽ വൈപ്പേഴ്സ് വന്നു എന്നുള്ളതാണത്. ഇതിനു മുമ്പ് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ വൈപ്പേഴ്സ് വന്നിരുന്നില്ല. ടോപ്പ് എൻഡിൽ മാത്രമേ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് തൊട്ട് ബാക്ക് വൈപ്പേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ സ്പോയിലറൊന്നും തന്നെ വരുന്നില്ല. അത് ഈ ഒരു വാഹനത്തിൽ സ്പോയിലർ ചെയ്താൽ കുറച്ചുകൂടി സ്പോർട്ടി ലുക്കിലേക്ക് മാറും. അതിന്റെ നടുക്കായിട്ട് നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് ഡീഫോറുള്ള ഗ്ലാസ്സുകളാണ്. വൈപ്പർ ആൻഡ് വാഷപ്പ് വരുന്നുണ്ട്. ഇവിടെ സ്കോഡ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ശരിക്കും നമ്മുടെ ക്ലാസിക് വേരിയന്റിൽ ആ ബ്ലാക്ക് പോർഷൻ ഇല്ലാണ്ട് വരുന്നതാണ് കുറച്ചുകൂടി ഭംഗി. ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റും ഹാലജൻ ആയിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന്റെ നടുക്ക് ഒരു സിൽവർ ടച്ച് വരുന്നുണ്ട്. താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ റിഫ്ലക്ടേഴ്സ് കാണാനായിട്ട് വിടും. ഇവിടെ കൈലാക്ക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. നല്ല HD ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാണാം. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. യെസ്, മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകൾ കാണാം. ബൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിലെ സീറ്റ് 60/40 സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാണാം. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക് 195/65R15, അതായത് ഒരു സ്റ്റെപ്പിനി അല്ലെങ്കിൽ സ്പെയർ വീൽ എന്നുള്ള യൂസിന് മാത്രമുള്ള വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 446 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് നമുക്ക് ബൂട്ടിലും കാണാനായിട്ട് പറ്റും.
ഇനി നമുക്ക് അകത്തു നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇതിന്റെ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെയെല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല. ഈ ഒരു പോർഷൻസിൽ മാത്രമാണ് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രഷ്ഡ് സിൽവർ അല്ലെങ്കിൽ ഡാർക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഫോട്ടോ പവർ വിൻഡോന്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കാണാം. അകത്തെ ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ സ്പീക്കർ ഗ്രില്ല് കാണാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. എൻഡിലെല്ലാം നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷിലോട് കൂടി കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അത് ഈ ഒരു പോർഷൻസിലായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമ്മുടെ ഹെഡ്ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പാർക്ക് ലൈറ്റ് ആ ഒരു നോബും ഇവിടെ കൊടുത്തിരിക്കുന്നു. AC വെന്റ്സ് ചുറ്റുമെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും അകത്തൊരു സിൽവർ ടച്ചും കാണാനായിട്ട് പറ്റും. സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സ് നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ലുക്ക് ആണെങ്കിലും ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് വരുന്നത്. ഇവിടെയൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് ഒരു ഡിഫറൻസ്. മറ്റേ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലെ സിമിലർ സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ ലെതർ റബ്ബറായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്പോക്കാണ്. താഴെ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. സ്റ്റിയറിംഗ് വീൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷനോട് കൂടി വരുന്ന സ്റ്റിയറിംഗ് വീലുകളാണ്. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും പിന്നെ വോയിസ് കമാൻഡിന്റെ ഒരു ബട്ടണും കാണാം. വലതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കണക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സും കൊടുത്തിരിക്കുന്നു. ആ സ്റ്റിയറിംഗ് വീലിലെല്ലാം ഒരു പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാക്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്തിരിക്കുന്ന പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇപ്പോൾ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിലും പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിന്റെ കൺട്രോൾസും പിന്നെ ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കാണാം. വലതുവശത്തായിട്ടാണ് നമുക്ക് വൈപ്പേഴ്സിന്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ സ്റ്റിയറിംഗ് വീലിന്റെ വലതുവശത്തായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഓരോന്ന് ടോഗിൾ ചെയ്ത് അത് റീഡബിൾ ആണ്. ആവറേജ് ഫ്യൂൽ 7.9, പിന്നെ 0 to 100 അങ്ങനെ ആ ഒരു ഡിജിറ്റൽ സ്ക്രീനായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സോട് കൂടിയ 7 ഇഞ്ചിന്റെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് ഈ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ വരുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോഡയുടെ ടോപ്പ് എൻഡ് വാഹനങ്ങളൊക്കെ കണ്ടുവന്നിരുന്ന 10.25 ഇഞ്ചിന്റെ സ്ക്രീനാണ്. അത് അൺലോക്ക് ചെയ്യുന്ന ജസ്റ്റ് ഒരു സ്ലൈഡ് കൊടുത്താൽ നമുക്ക് ആ സ്ക്രീൻ അൺലോക്കായി വരുന്നത് കാണാം. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഹെവി ക്ലാരിറ്റിയിലുള്ള നല്ല സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. നാവിഗേഷൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോണിൻ്റെ ഓപ്ഷൻ ബ്ലൂടൂത്ത് പെയർ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാണാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഫുള്ളി ഫീച്ചറിസ്റ്റിക് ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഹൈ ക്ലാരിറ്റിയിലുള്ള ഒരു സ്ക്രീനാണ്. 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടറുമാണ് ഈ സ്ക്രീനിൽ മ്യൂസിക് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ് ഈ സ്ക്രീനിൽ നമുക്ക് ലഭിക്കുന്നത്. സ്കോഡയുടെ തന്നെ ഒരു സ്ക്രീനാണ് അത്, മീൻസ് മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ഒരു HD ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ കാണാം. അതിനകത്ത് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ സെറ്റിംഗ്സിൻ്റെ ഒരു ബട്ടണും കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നാൽ AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ആ AC വെൻസിൻ്റെ അകത്ത് നമുക്കൊരു ക്രോം ടച്ച് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് സാറ്റലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക്, നമ്മുടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ക്ലൈമറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ 22.5 ആണ്. ഇത് അപ് ടു 16 വരെ ലോവസ്റ്റ് പോകും. ലോ എന്ന് പറയുന്നത് 16 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മാരുതി വാഹനങ്ങളൊക്കെ 18 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, 16 ആണ് ലോവസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഒരു ടച്ച് പാനലിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് അത്ര യൂസ്ഫുൾ ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 Type-C ചാർജിങ് പോർട്ടുകൾ കാണാം. ഇവിടെയെല്ലാം നമുക്കൊരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. ആ ഒരു പ്രീമിയം ടച്ചൊക്കെ തരുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. കീ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെയെല്ലാം നമുക്ക് കപ്പ് ഹോൾഡേഴ്സാണ്, മാനുവൽ ഹാൻഡ് ലിവറാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംബ്രസ്റ്റ്, അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ആ സീറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഡ്യുവൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ
സൈഡ് കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ് വരുന്നത്. ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IR-VMs വരുന്നുണ്ട്. അതൊരു ഫ്രെയിംലെസ് അല്ല, ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IR-VMs, ഫ്രെയിം ശരിക്കും അതിനകത്ത് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റിയ നമ്മളുടെ സിംഗിൾ വിൻ സൺറൂഫാണ്. അത്യാവശ്യം വലിപ്പമുള്ള സൺറൂഫ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ടോപ്പ് എൻഡിൽ മാത്രമായിരുന്നു സൺറൂഫ് വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലാസിക് പ്ലസ് എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയന്റ് തൊട്ട് സൺറൂഫ് അവൈലബിൾ ആണ്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് അതിനകത്ത് കൂൾഡ് ഫീച്ചറോട് കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരിക്കും ക്ലാസിക് പ്ലസ് വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണലി പുതിയ ഫീച്ചേഴ്സാണ് അതിനകത്ത് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 80 ഡിഗ്രി തുറക്കാനായിട്ട് പറ്റും. നല്ല ഹെവി ആയിട്ടുള്ള ഡോറുകളാണ് ശരിക്കും വരുന്നത്. ഡോർ പാഡ് നമുക്ക് ഇവിടെ സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കും. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ, സ്പീക്കർ ഗില്ല്, ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് AC വെന്റ്സ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. 2 Type-C ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സെന്റർ നമുക്കൊരു ആംറെസ്റ്റ് കാണാനായിട്ട് അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. 2 പേർക്ക് ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസ് കാണാം. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. സീറ്റിന്റെ ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. ഡീസെന്റ് ആയിട്ടുള്ളൊരു നീ റൂം എന്ന് വേണം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. കംഫർട്ടായിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12-13 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് ഓക്കെ ഇരിക്കാനായിട്ട് പറ്റും. 2 പേർക്ക് ശരിക്കും കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. സെന്റർ പാസഞ്ചർ ഉണ്ടെങ്കിൽ ചെറിയൊരു സ്ക്വിസി ഫീല് നമുക്ക് വരും. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് പാർസൽ ട്രെയും വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സെന്ററിൽ ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് അതും LED ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് ഗ്രാബ് ഹാൻഡിൽ കാണാം. സ്പ്രിംഗ് ഗ്രാബ് ഹാൻഡിൽ ഹുക്ക് കാര്യങ്ങൾ 2 വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കോഡ കൈലാക്കിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സേഫസ്റ്റ് കാർ ഇൻ ദ കോമ്പാക്ട് SUV സെഗ്മെന്റ്, അതാണ് കൈലാക്ക്. അത് ഈ വാഹനത്തിൽ കയറുന്ന സമയത്താണെങ്കിലും ഡോറ് തുടർന്ന് അടയ്ക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആൻഡ് സോളിഡ് കാറായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. ഇപ്പൊ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. അത് ചൈൽഡ് സേഫ്റ്റിക്കും അഡൾട്ട് സേഫ്റ്റിക്കും ഒരേപോലെ റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന ഒരു വാഹനമാണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ കൈലാക്കിൽ ശരിക്കും നമുക്ക് ഒറ്റ എഞ്ചിനേ വരുന്നുള്ളൂ. അതൊരു 1 ലിറ്റർ TSI 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 114 HP പവറും 178 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 178 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അടിപൊളി എഞ്ചിനാണ്. കാല് കൊടുത്താൽ അതിനനുസരിച്ച് പവർ നൽകുന്ന ഒരു എഞ്ചിൻ. പക്ഷെ കാല് കൂടുതൽ കൊടുക്കും തോറും മൈലേജ് കുറയും. ഒരു ഡീസൻ്റ് ഒക്കെ ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരു 80 to 100 അല്ലെങ്കിൽ ഒരു 70 to 90 ആ റേഞ്ചിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും തരുന്ന ഒരു എഞ്ചിനാണിത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 19.68ഒക്കെയാണ്, അതായത് 20 എന്ന് പറയാം. പക്ഷെ റിയൽ ലൈഫിലൊരു 15നും 17നും ഇടയ്ക്കൊക്കെ മൈലേജ് പലർക്കും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് 15+ ഒക്കെയാണ് പലരും മൈലേജ് പറയുന്നത്. അപ്പോൾ സെഗ്മെന്റിലെ തന്നെ ഒരേ ഒരു എഞ്ചിനാണ് എല്ലാ വേരിയന്റുകളിലും വരുന്നുള്ളൂ. മറ്റ് മാനുഫാക്ചേഴ്സിന്റെ പോലെ 2-3 എഞ്ചിൻ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടുള്ള ഒറ്റ എഞ്ചിൻ. അതിൽ തന്നെ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കൂടുതൽ വേണമെങ്കിൽ ഓരോരോ വേരിയന്റുകൾ അപ്ഗ്രേഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ശരിക്കും ക്ലാസിക് ബേസ് വേരിയന്റ്, പിന്നെ ക്ലാസിക് പ്ലസ്, സിഗ്നേച്ചർ പ്ലസ്, പ്രസ്റ്റീജ് പ്ലസ്, അപ്പം മൊത്തം 5-6ഓളം വേരിയന്റുകളാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കൈലാക്കിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റിന്റെ പ്രൈസ് നമ്മൾ സിഗ്നേച്ചർ പ്ലസ് എന്ന് പറഞ്ഞ പുതിയ വേരിയന്റ് ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതിനകത്ത് ആ വേരിയന്റിന്റെ പ്രൈസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ സിഗ്നേച്ചർ വേരിയന്റിന്റെ പ്രൈസ് തൊട്ട് നോക്കാം. സിഗ്നേച്ചർ മാനുവൽ വേരിയന്റിന് 11,39,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് ഒരു സെക്കൻഡ് വേരിയന്റ് എന്ന് പറയാം. ആ സിഗ്നേച്ചർ വേരിയന്റിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ക്ലാസിക് പ്ലസിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, സിഗ്നേച്ചർ വേരിയന്റിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12,87,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസിക് പ്ലസ് വേരിയന്റ് നിങ്ങൾക്ക് 13,28,000 രൂപയ്ക്ക് മാനുവലും 14,48,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതായത് നമ്മളുടെ ഓട്ടോമാറ്റിക്കും മാനുവലും തമ്മിൽ ഏകദേശം 1,20,20,000 രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മാനുവൽ എടുക്കരുത്, ഓട്ടോമാറ്റിക് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. ഇനി സിഗ്നേച്ചർ പ്ലസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1,50,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. പക്ഷേ സിഗ്നേച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്കാ വാല്യൂ ഫോർ മണിയാണിത്. കാരണം വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, നമുക്ക്
റെയിൻ സെൻസിങ് വൈപ്പർ വരുന്നുണ്ട്, ബാക്കിൽ വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ സിഗ്നേച്ചർ പ്ലസിൽ അഡീഷണലി വന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്നേച്ചർ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ചെറിയൊരു ബഡ്ജറ്റും കൂടി 1,50,000 രൂപ ആഡ് ഓൺ ചെയ്യാനായി സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്ത വേരിയന്റ് വരുന്നത് പ്രസ്റ്റീജ് ആണ്. പ്രസ്റ്റീജിലേക്ക് വരുമ്പോൾ അഡീഷണലി നമുക്ക് ലഭിക്കുന്നത് കുറച്ചും കൂടി പ്രീമിയം ടച്ച് ആണ്. അതായത് ലെതറിക് സീറ്റുകൾ വരും, ഇന്റീരിയറിലെല്ലാം സോഫ്റ്റ് ടച്ച് വരും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ പ്രസ്റ്റീജ് മാനുവലിലേക്ക് പോയി കഴിഞ്ഞാൽ 14,46,000 രൂപയും പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 15,66,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ സിഗ്നേച്ചർ പ്ലസും പ്രസ്റ്റീജും തമ്മിൽ 1,20,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ അപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിഗ്നേച്ചർ പ്ലസ് തന്നെയാണ് കുറച്ചും കൂടിയും വാല്യൂ ഫോർ മണി. ഇനിയും ടോപ്പ് എൻഡ് വേരിയന്റ് സിഗ്നേച്ചർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ മാനുവലിന് 14,70,500 രൂപയും ഓട്ടോമാറ്റിക്കിന് 15,95,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാലും 16 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ടോപ്പ് എൻഡിലൊക്കെ അഡീഷണൽ ലഭിക്കും. നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, 70 ഇഞ്ച് വീൽസ് വരുന്നുണ്ട്, ഡ്യുവൽ ടോൺ കളർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം മാറ്റങ്ങളാണ് നമുക്ക് ടോപ്പ് എൻഡിൽ അഡീഷണലി ലഭിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സ്കോഡ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ EVM സ്കോഡയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. സ്കോഡയുടെ കയ്യിലാക്കുന്നല്ല, ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ പുതിയ കുഷാക്കൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വേരിയന്റുകൾ ഷോറൂമിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് ചാനലിൽ വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.